റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മലപ്പുറം താനൂർ ഒട്ടുംപുറം ഫക്കീർ പള്ളിയിലെ CPIM ഓഫീസിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ ഓഫീസിൽ അതിക്രമിച്ചു കയറി ഫർണിച്ചറുകൾ അടിച്ചു തകർത്തു എന്ന് പറയുന്നു. ആക്രമണത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്നാണ് CPIM ആരോപിച്ചിരിക്കുന്നത്. സോണൽ കൃഷ്ണ വിവരങ്ങൾ നൽകും. സോണൽ, ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യമായി തന്നെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇതെപ്പോൾ സംഭവിച്ചതാണ്? എന്ത് പറയുന്നു CPIM പ്രവർത്തകർ? അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? ഷിഹാസ്, പ്രധാനമായി പറയേണ്ടത് ഈ വെള്ളിയാഴ്ചകളിലാണ് മുസ്ലിം ലീഗിന്റെ ആഘോഷങ്ങൾ. അതായത് മത്സ്യത്തൊഴിലാളികളാണ് ഈ പ്രദേശത്താകെ ഉള്ളത്, താന്നൂർ തീരദേശ മേഖലയിൽ. അതുകൊണ്ട് അവർക്ക് വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ ഓരോ ഘട്ടമായിട്ട് ആ താനൂർ മണ്ഡലത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള വിജയാഘോഷത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് CPM പ്രവർത്തകർ പറയുന്നത്. അതായത് ഫക്കീർ പള്ളിക്ക് സമീപം ഉണ്ടായിരുന്ന CPMന്റെ ഒരു ഓഫീസിലേക്ക് ഈ ജാഥ പോകുന്നതിനിടയിൽ കുറച്ച് പ്രവർത്തകർ, മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്നാണ് CPMന്റെ ആരോപണം. അവരെത്തി കനത്ത നാശനഷ്ടം ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഓഫീസിനകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന TV ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത്, അതായത് ഈ പറയുന്ന ഓഫീസിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന മത്സ്യബന്ധനത്തിനായി പോകുന്ന ബോട്ടുകളിൽ ഉപയോഗിക്കുന്ന 2 എഞ്ചിനുകൾ അത് തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ 200 ലിറ്ററോളം ഡീസൽ, മത്സ്യബന്ധനത്തിനായി കൊണ്ടുപോകാൻ ശേഖരിച്ചു വെച്ചിരുന്ന ഡീസൽ ഉൾപ്പെടെ ഒഴുക്കി കളയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് CPMന്റെ ഭാഗത്തു നിന്നുള്ള ആരോപണം. എന്തായാലും ഈ വിഷയത്തിൽ താനൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് ആ പരിസര പ്രദേശത്തെത്തി, സംഭവം നടന്ന ഇടത്തെത്തി പരിശോധന നടത്തുകയാണ്. എന്തായാലും സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് ചില തർക്കങ്ങൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. കൃത്യമായി വിവരം തേടിയതിന് ശേഷം പ്രതികരിക്കാം എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വവും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കൃത്യമായി അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരും. എന്തായാലും CPMന്റെ ഭാഗത്തു നിന്നുള്ള ആരോപണം മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഈ ഓഫീസിനകത്ത് കയറിക്കൊണ്ട് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഷിഹാസ, ശരി. സോണൽ കൃഷിയാണ് വിവരങ്ങൾ നൽകിയത്.